അവസാനിപ്പിക്കാം. ഇമാം ഗസാലി അവസാന സ്റ്റെപ്പ് നോമ്പ് പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ചിന്ത പോലും മനസ്സിൽ വരാത്ത റമളാനിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ദീർഘസമയം. ഒന്നാമത്തെ നോമ്പ് നമ്മളൊക്കെ നടത്തുന്നത്. രണ്ടാമത്തെ നോമ്പ് ഒരു ഹറാമും ചെയ്യാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ സൂക്ഷിക്കുന്നത്. മൂന്നാമത്തെ നോമ്പ് അള്ളാഹിനെ കുറിച്ചല്ലാത്തൊരു ചിന്ത പോലും മനസ്സിൽ വരാത്ത അത്രമേൽ വിശുദ്ധമായൊരു ഘട്ടം. അത് വിവിഐപികളുടെ നോമ്പാണ് ഇമാം ഗസാലി പറയണത്. അഖസ്സുൽ ഖവാസിന്റെ നോമ്പാണ്. രണ്ടാമത് പറഞ്ഞത് വിഐപികളുടെ നോമ്പാണ്, ഖവാസിന്റെ നോമ്പ്. പതിയെ 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 ഈ രണ്ടാം സ്റ്റെപ്പിലെ നോമ്പിലെങ്കിലും എത്താൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് തഖ്വയുടെ പരിശീലനമായി നോമ്പ് മാറുക. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ മറക്കരുത്, നേരത്തെ ഞാൻ പറഞ്ഞു, കൽപ്പനകൾ ഫുള്ളായിട്ട് പാലിക്കലും വിരോധങ്ങൾ മുഴുവനായിട്ട് വിട്ടുനിർത്തലുമാണ് തഖ്വ. അപ്പൊ ഹറാമ് ചെയ്യാത്ത, ഗീബത്ത് പറയാത്ത, വൃത്തികേട് കാണാത്ത വളരെ മനോഹരമായൊരു പ്രഭാതം, അതിൻ്റെ അനുബന്ധമായി വരുന്ന വിശുദ്ധമായ പ്രദോഷം, ഇതാണ് നോമ്പ്. അതൊരു 30 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ താളമായി അത് മാറും. നോമ്പിൻ്റെ ശേഷവും ആ ചൈതന്യം നിലനിൽക്കും. ഗീബത്തും നമീമത്തൊന്നും പറയില്ല, കള്ളം പറയില്ല, കണ്ണിനെ നിയന്ത്രിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോമ്പ് സ്വീകരിച്ചോ ഇല്ലേ എന്നതിൻ്റെ പണ്ഡിതന്മാർ ചില തെളിവ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: നോമ്പ് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, അപ്രകാരം പിന്നെയും നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? നോമ്പ് സ്വീകരിച്ചു. നോമ്പ് കാലത്ത് നാവിനെ നിയന്ത്രിച്ചോ? നോമ്പാനന്തരവും നമുക്കതിന് പറ്റുന്നുണ്ടോ? നോമ്പ് സ്വീകരിച്ചു. നോമ്പ് കാലത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ? നോമ്പാനന്തരവും നമുക്കതിന് പറ്റുന്നുണ്ടോ? പടച്ച റബ്ബ് നോമ്പ് സ്വീകരിച്ചു. 6 മാസം കഴിഞ്ഞു പോയ നോമ്പ് സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചു അത്രേ നമ്മുടെ മുൻഗാമികൾ. 6 മാസം വരാനിരിക്കുന്ന നോമ്പിൽ എത്തിച്ചേരണേ, ആഫിയത്ത് നൽകണേ എന്നും പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു ദിവസം പോലും നോമ്പെന്ന ചിന്തയിൽ നിന്ന് അവർ മാറുന്നില്ല. കുറെ കഴിഞ്ഞത് പ്രാർത്ഥിക്കുകയാണ്, കുറെ വരാനുള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട്? നോമ്പ് അത്രമേൽ മഹത്തായ ഒരു ആരാധനയാണ്. അതുകൊണ്ടാണ് റബ്ബ് തആല പറഞ്ഞത്, മറ്റെല്ലാ ആരാധനയും അവന് വേണ്ടി തന്നെയാണ് വിശ്വാസി നിർവഹിക്കുന്നത്. എന്നാലും നോമ്പിനെ കുറിച്ച് അവൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാ. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാ. വഅനജ്സിബി, അതിന് കൂലി കൊടുക്കൽ ഞാനാ. എത്രയെന്ന് പറയണില്ലേ? ഒരു വലിയ പ്രതിഫലം ലഭ്യമാകുന്ന ആ ഒരു പ്രതീതി കൊണ്ട് അള്ളാഹു പറയാൻ, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. നിസ്കാരം അള്ളാഹനല്ലേ? ആണ്. പക്ഷെ നിസ്കരിക്കുമ്പോൾ ഒരാളെ കാണിച്ചിട്ട് ഓനും കൂടിയും കൊടുക്കാൻ പറ്റും. സദക്ക അള്ളാഹ്ക്കുള്ളതല്ലേ, സക്കാത്ത് അള്ളാഹ്ക്കുള്ളതല്ലേ? ആണ്. പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത്, സദക്ക കൊടുക്കുന്ന സമയത്ത് ഞാനൊരു വലിയ കൊടുതിക്കാരനാണെന്ന് തെളിയിച്ച് അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ വേറൊരുത്തനെ കൂടെ പങ്കു ചേർക്കാൻ പറ്റും. ഹജ്ജ് അങ്ങനെയാണ്. ഞാൻ 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന പാത്രത്തിൽ ആ വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഹജ്ജ് 3ഉം ബാത്തിലാക്കിയവനെ പറ്റി പണ്ട് നമ്മൾ മദ്രസ പഠിച്ചിട്ടുണ്ട്. ബാത്തിലാക്കാൻ പറ്റും. എങ്ങടാ പോണത്? ഞാൻ ഉംറക്കാന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു പോകാൻ പറ്റും. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കൈ ഇങ്ങനെ റുക്കോയിൽ വെയിഡായി പിടിച്ച് ബാക്കിക്ക് ഇങ്ങനെ നോക്കാം. ഞാൻ ഈ 2ാം വട്ടവും എഴുന്നേറ്റ് നിന്ന് ജുമാൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് സമൂഹമേ നിങ്ങൾ കണ്ടില്ലേ എന്ന്. ഒരു റക്അത്ത് കഴിഞ്ഞ് ഏകദേശം എല്ലാവരും ഇരുന്നതാ. മൂപ്പരാൾ പിന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റും വിധം. എന്നിട്ട് മൂപ്പരിങ്ങനെ ആത്മസായുജ്യത്തിലാണ് നമ്മളിങ്ങനെ നിസ്കരിക്കുന്നത്. എന്നിട്ട് മൂപ്പര് ആരും ശ്രദ്ധിക്കണില്ല എന്നൊരു കൺഫ്യൂഷൻ മൂപ്പർക്ക്. അപ്പം മൂപ്പര് റുക്കൂല് കൈ വൈഡാക്കി വെച്ചിട്ട് മെല്ലെ നോക്കുകയാണ്, ആരൊക്കെ എന്നെ കാണണത് എന്ന്. നോമ്പിനത് പറ്റൂല. ഞാൻ അങ്ങനെ വളഞ്ഞിരുന്നതുകൊണ്ട് നോമ്പുകാരനാന്നൊന്നും ആർക്കും തോന്നൂല. അങ്ങനെ ആർക്കും വളഞ്ഞിരിക്കാനോ? അങ്ങനെ ക്ഷീണം അഭിനയിച്ചതുകൊണ്ട് നോമ്പുകാരനാ തോന്നുന്നു? ഇല്ല. സ്വകാര്യമായി നടത്താൻ പറ്റുന്ന ആരാധനയാണ് നോമ്പ്. അതുകൊണ്ട് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാ, വേറൊരാൾക്കും കൊടുക്കാൻ കഴിയൂല നോമ്പ്. വാനജ്സിബിഹി, ഞാൻ അതിന് കൂലി നൽകും. ആ ഒരു കൂലിയിലേക്ക്, സവാബിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. കേവലം കുറെ കൂലി കിട്ടുക എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിനുള്ള ഏറ്റവും നല്ലൊരു മുന്നൊരുക്കമായി, പരിശീലന പീരീഡായി റമദാനിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ റമദാനിലും നിരവധിയായ വർഷങ്ങളിലെ റമദാനിലും ആത്മചൈതന്യത്തോടുകൂടെ ജീവിക്കാൻ, പരിശുദ്ധമായ സ്വർഗം ഉറപ്പ് കിട്ടാൻ, റമദാനിൻ്റെ രാത്രികളെ സജീവമാക്കാൻ, പ്രത്യേകിച്ച് അവസാന 10-ലെ 5 ഒറ്റയിട്ട രാത്രികളിലും 100% ഇബാദത്തുമായി കൂടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ.